കഥയുടെ തുടക്കത്തിൽ നമ്മുടെ ഹീറോ ആയിട്ടുള്ള ലീ എന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ട് പേടിച്ച് ഞെട്ടി എണീക്കുകയാണ്. അവൻ എണീറ്റിട്ടും അവന്റെ പേടിയൊന്നും മാറുന്നില്ല. ആകെ പേടിച്ചു വിറച്ച് അങ്ങനെ നിൽക്കുമ്പോൾ ഇവന്റെ ഈ ശബ്ദം കേട്ടിട്ട് ഡോറിന്റെ പുറത്ത് ആരോ മുട്ടുന്നുണ്ട്. അത് മറ്റാരുമല്ല, അവന്റെ അങ്കിളാണ്. അങ്കിൾ അവനോട് ഡോറ് തുറക്കാൻ പറഞ്ഞിട്ട് മുട്ടുമ്പോൾ അവനെ കൊണ്ട് കഴിയുന്നില്ല. അവസാനം അങ്കിള് ഡോറൊക്കെ തല്ലി തകർത്തിട്ടാണ് അകത്തോട്ട് കയറി വരുന്നത്. അങ്കിള് വന്ന് നോക്കുമ്പോൾ ഡേവിഡ് ആണെങ്കിൽ ആകെ പേടിച്ച് വിറച്ചങ്ങനെ ഇരിക്കുകയാണ്. ഉടനടി അങ്കിൾ എന്തോ ഒരു മരുന്നെടുത്ത് അവനെ കുത്തിവെക്കുന്നുണ്ട്. അത് കുത്തിവെച്ചത് അവന്റെ ബോധം തൽക്കാലത്തേക്ക് നഷ്ടപ്പെട്ടു പോവാണ്. അവൻ സമാധാനപ്പെട്ട് താഴെ അങ്ങനെ കിടക്കുന്നുണ്ട്. ഇതിനുശേഷം അങ്കിൾ ഡേവിഡിനെ സ്കൂളിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഡേവിഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മിണ്ടത്തൊന്നുമില്ല, എപ്പോഴും മൗനമാണ്. അതുപോലെ അവ ഇടയ്ക്കിടയ്ക്ക് ആ സ്വപ്നം വീണ്ടും വീണ്ടും കാണുകയാണ്. അവൻ എന്തൊക്കെയോ ട്രോമകളുണ്ട്, പക്ഷെ അതെന്താണെന്ന് നമുക്കിപ്പോൾ അറിയത്തില്ല. എന്തായാലും ഡേവിഡ് സ്കൂളിൽ വരുന്നുണ്ട്. സ്കൂളിൽ വന്നിട്ട് അവിടെ നിൽക്കുമ്പോഴായിരിക്കും അവനെ കാണാനായിട്ട് ഒരു പെൺകുട്ടി വരുന്നത്. ഈ പെൺകുട്ടിക്ക് ഡേവിഡിനോട് ചെറിയൊരു താല്പര്യമുണ്ട്. അതുപോലെ ഡേവിഡിനും അതുപോലെ തന്നെയാണ്. എന്തായാലും ഡേവിഡും ആ പെൺകുട്ടിയും കൂടെ, നമുക്ക് ആ പെൺകുട്ടീനെ കൂട്ടുകാരി എന്ന് പറയാം. ഡേവിഡും കൂട്ടുകാരിയും കൂടെ ക്ലാസ്സിൽ പോയിരുന്ന പഠിക്കുകയാണ്. എന്നാൽ ഡേവിഡിനെ കൊണ്ട് ക്ലാസ്സിൽ ശ്രദ്ധിക്കാനൊന്നും കഴിയുന്നില്ല. അവൻ എന്തൊക്കെ ആലോചിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. സാർ ഇത് കണ്ടിട്ട് അവനെ എണീപ്പിച്ച് ചോദ്യം ചോദിപ്പിക്കും. എന്നാൽ അവനാണെങ്കിൽ എല്ലാത്തിനും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറയാണ്. സാർ ഒരു അന്തം വിട്ടു പോകുന്നുണ്ട്. അന്നേരമായിരിക്കും കുറെ ആൾക്കാർ അകത്തോട്ട് കയറി വന്നിട്ട് ആ ക്ലാസ്സിലുള്ള എല്ലാരെയും തോക്ക് കാണിച്ച് പേടിപ്പിക്കാനായിട്ട് തുടങ്ങുന്നത്. എല്ലാരോടും തല താത്തു വെച്ച് കിടക്കാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഡേവിഡ് മാത്രം ആകെ പേടിച്ചു കുറച്ച് അങ്ങനെ നിന്ന് പോവാണ്. ഡേവിഡിനെയും ഒരാൾ വന്ന് താഴെ തള്ളിയിടുന്നുണ്ട്. അവന്റെ മുഖം പിടിച്ച് ഡെസ്കിൽ ഒറ്റ അടിയാണ്. ഇപ്പൊ ഇവരെല്ലാരും കൂടെ വന്നേക്കുന്നത് ഡേവിഡിനെ ആക്രമിക്കാനായിട്ടാണ്. ഡേവിഡിനെ അവർ കണ്ടെത്തുന്നുണ്ട്. എന്നിട്ട് ഡേവിഡിന്റെ നേരെ തോക്ക് കാണിച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാരോട് ക്ലാസ്സിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി പോകാനായിട്ട് പറയും. എല്ലാരും കൂടെ പേടിച്ച് വിറച്ച് പുറത്തോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. എന്നാൽ അവന്റെ കൂട്ടുകാരിക്ക് ചെറിയൊരു പേടിയുണ്ട്, ഡേവിഡിന് എന്തെങ്കിലും പറ്റുമെന്ന്. പക്ഷെ അവളെയും പിടിച്ച് പുറത്താക്കാണ്, സാറിനെയും പിടിച്ച് പുറത്താക്കുന്നുണ്ട്. എന്നിട്ട് അവന്മാരെല്ലാരും കൂടെ ഡേവിഡിനെ ഉപദ്രവിക്കാനായിട്ട് നിൽക്കുമ്പോൾ ഡേവിഡ് ഇടയ്ക്കിടയ്ക്ക് ഒരു സ്വപ്നം കാണത്തില്ലേ, ആ സ്വപ്നം അവൻ വീണ്ടും വീണ്ടും കാണാണ്. അത് കണ്ടതോടെ അവൻ അവിടെ നിന്ന് കുറച്ച് സൂപ്പർ പവേഴ്സ് കിട്ടുന്നുണ്ട്. അവന്റെ കണ്ണെല്ലാം നീല കളറാവുന്നുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരെ എല്ലാരെയും ആക്രമിക്കാനായിട്ട് തുടങ്ങും. അവരുടെ തോക്കെല്ലാം തട്ടിപ്പറിച്ച് അവരെല്ലാരെയും അടിച്ച് ഊപ്പാടളക്കാണ്. എന്നിട്ട് ഡേവിഡ് ആണെങ്കിൽ ഇതിന്റെ എല്ലാത്തിന്റെ ലീഡറിന്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. ആ ലീഡറിനെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് പുറത്തോട്ട് എടുത്ത് എറിയാണ്. എന്നിട്ട് ഡേവിഡ് പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ സാർ അവന്റെ അടുത്തോട്ട് വരുന്നുണ്ട്. ഡേവിഡ് എന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഡേവിഡ് ഇതിനൊന്നും മറുപടി പറയുന്നില്ല. പകരം അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോവാണ്. അന്നേരമായിരിക്കും അങ്ങോട്ട് കുറച്ച് സീക്രട്ട് ഏജൻസ് വരുന്നത്. അവർ വന്നിട്ട് ഡേവിഡിന്റെ സാറിനെ കാണും. സാറിനോട് കാര്യങ്ങൾ പറയാണ്. ഡേവിഡ് കുറച്ചു കാലം സൈക്കാട്രിക് സെന്ററിൽ കിടന്നിട്ടുണ്ടായിരുന്നു. അവൻ അവിടെ നിന്ന് 4 ആൾക്കാരെ കൊന്നിട്ടാണ് ചാടിപ്പോയത് എന്നൊക്കെയാണ് അവര് പറയുന്നത്. പക്ഷെ ഡേവിഡ് അങ്ങനത്തെ ഒരു മനുഷ്യനൊന്നുമല്ല. ചിലപ്പോൾ അവനെ ഉപദ്രവിച്ചപ്പോൾ അവൻ കൊന്നു കാണാം, അറിയില്ല. നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. ഇനിയിപ്പോ ഡേവിഡ് ആരെങ്കിലും കൊന്നിട്ടുണ്ടോന്നും അറിയാൻ പാടില്ല. ഇതേ നേരം വലിയൊരു കമ്പനിയിലുള്ള ഒരു ബോസ് ആണെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. ഡേവിഡിന്റെ സ്കൂളിൽ പോയി കുറച്ച് ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, ഡേവിഡിനെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചു എന്നൊക്കെ. എന്നാൽ അവരെല്ലാരും കൂടി ഇത് ചെയ്തേക്കുന്നത് ഈ ഒരു ബോസിന്റെ സമ്മതം ഇല്ലാതാണ്. അപ്പൊ ഇത് അറിയുന്ന ബോസിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. പിന്നെ ഡേവിഡിനെ ആക്രമിക്കാനായിട്ട് പോയത് മറ്റാരുമല്ല, യാനെന്ന് പറയുന്ന ഒരാളുടെ കുറച്ച് കൂട്ടാളികളാണ്. ഡേവിഡിന് എന്തൊക്കെയോ കുറച്ച് സൂപ്പർ പവേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവനെ പിടിച്ചോണ്ട് വരാനായിട്ടാണ് യാന്റെ ആൾക്കാർ അങ്ങോട്ട് വന്നത്. ഇപ്പം നമ്മുടെ ഡേവിഡ് എന്ത് ചെയ്യാന്ന് നോക്കിയാൽ ഡേവിഡ് ആണെങ്കിൽ പേടിച്ചോടിയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അവിടെ തന്നെ അവന്റെ അങ്കിളും ഉണ്ട്. അങ്കിളിന്റെ അടുത്തോട്ട് ഓടി വന്നിട്ട് കാര്യം പറയാണ്. എന്നാൽ അവനെ കൊണ്ട് കറക്റ്റായിട്ട് പറയാനൊന്നും സാധിക്കുന്നില്ല. അവൻ വിറച്ചിട്ടൊക്കെയാണ് പറയുന്നത്. അതുപോലെ അങ്കിളിന് മനസ്സിലായി ഡേവിഡിന്റെ പിന്നാലെ എന്തായാലും അവന്മാർ കാണുമെന്ന്. തൽക്കാലത്തേക്ക് അങ്കിൾ ഡേവിഡിനെ കെട്ടിപ്പിടിച്ച് സമാധാനപ്പെടുത്തും. എന്നിട്ട് ഡേവിഡിനോട് ഇവിടെ നിന്ന് ഇറങ്ങി ഓടാനും വീട്ടിൽ ഒരു സ്ഥലത്ത് അവന്റെ മരുന്ന് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. മരുന്നിന്റെ കൂട്ടത്തിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങളും വെച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ഡേവിഡിനോട് തൽക്കാലം അവിടെ നിന്ന് ഇറങ്ങി ഓടാനായിട്ട് പറയാണ്. ഡേവിഡ് ഓടും, പക്ഷെ അവൻ തെന്നി താഴെ വീഴുന്നുണ്ട്. അതൊന്നും കാര്യമാക്കാതെ അവൻ അവിടെ നിന്ന് ഓടാനായിട്ട് നിൽക്കുമ്പോൾ ഇപ്പൊ വന്ന ആൾക്കാരാണെങ്കിൽ അങ്കിളിനെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇനി അതൊന്നും നോക്കി നിന്നിട്ട് കാര്യമില്ല, ഡേവിഡിന് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഡേവിഡ് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. നേരെ ഡേവിഡ് ഓടി അവന്റെ വീട്ടിലാണ് വരുന്നത്. അവിടെ വരുമ്പോൾ അവന് വീണ്ടും ആ ഒരു സ്വപ്നങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവൻ പേടിച്ചു കുറച്ച് അവിടെ ഇരുന്ന് പോവാണ്. അതുപോലെ തന്നെ അവൻ മരുന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. ആ മരുന്നിന്റെ കൂട്ടത്തിൽ തന്നെ അവന് വേറെ എന്തൊക്കെയോ സാധനങ്ങൾ കാണാം. പക്ഷെ ഇപ്പൊ അവൻ എങ്ങനെയെങ്കിലും മരുന്ന് കുത്തിവെച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ മരുന്ന് കുത്തിവെക്കാനായിട്ട് പോകുമ്പോൾ ആ വീടിനുള്ളിലോട്ട് ആരോ കയറി വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഡേവിഡ് ആ ഒരു സാധനങ്ങളെല്ലാം ബാഗിലോട്ട് പറക്കിയിടാനായിട്ട് തുടങ്ങുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പോവാനായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു മനുഷ്യൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അത് മറ്റാരുമല്ല, അതൊരു അസാസീനാണ്. ആ അസാസീൻ വന്നിട്ട് ഡേവിഡിനെ പൊതിരെ തള്ളാനായിട്ട് തുടങ്ങും. ഡേവിഡിനെ ഒന്ന് പ്രതികരിക്കാനായിട്ട് പോലും സാധിക്കുന്നില്ല. എന്നാൽ പെട്ടെന്നായിരിക്കും അവന്റെ മനസ്സിലോട്ട് വീണ്ടും ആ ഓർമ്മകൾ കടന്നു വരുന്നത്. എന്തൊക്കെ കുറെ ഓർമ്മകൾ. അത് കണ്ടതോടെ അവന്റെ സൂപ്പർ പവർ പുറത്തു വരികയാണ്. അവൻ ആ അസാസീനുമായിട്ട് ഫൈറ്റ് ചെയ്യും. അസാസീനെ തലങ്ങും വിലങ്ങും അടിക്കുന്നുണ്ട്. എന്നാൽ അസാസീൻ നമ്മൾ വിചാരിക്കുന്നത് പോലെ സാധാരണ ഒരു മനുഷ്യനൊന്നും അല്ല. അസാസീനെ നല്ല രീതിയിൽ തിരിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ അസാസീനെ ഡേവിഡിന്റെ മുമ്പിൽ വലുതായിട്ട് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. അവസാനം ഡേവിഡ് ഒരു കത്തിയെടുത്ത് അസാസിന്റെ കഴുത്തിൽ തന്നെ കുത്തി അസാസിനെ കൊന്നുകളയാണ്. ഈ അസാസിനെ യാനെന്ന് പറയുന്ന ആള് ഏർപ്പാടാക്കിയതാണ്. ഇപ്പൊ ഡേവിഡ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങി ഓടും ആ ഒരു സാധനങ്ങൾ എടുത്തിട്ട്. എന്നാൽ പുറത്തോട്ടിറങ്ങി വരുമ്പോഴാവട്ടെ അവന്റെ ചുറ്റും ആൾക്കാർ കൂടിയിട്ടുണ്ട്. അവൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ
പോകാനായിട്ട് സാധിക്കത്തില്ല. പക്ഷെ ഡേവിഡ് ഒന്നും ചിന്തിക്കത്തില്ല. ആ ഒരു വലിയ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴോട്ടെടുത്ത് ചാടുകയാണ്. എന്നാൽ അത്രയും വലിയ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഈ സാധാരണ മനുഷ്യർക്ക് ചാടി വരാനായിട്ട് സാധിക്കുന്നില്ല. ഡേവിഡ് താഴെ വീഴുമ്പോൾ അവന്റെ കയ്യിലുള്ള ബാഗൊക്കെ തെറിച്ചു പോകുന്നുണ്ട്. അതിൽ നിന്ന് അവന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ആ ബാഗ് അവിടെ കളഞ്ഞിട്ടാണ് അവിടെ ഓടുന്നത്. ഓടി താഴെ വരുന്നുണ്ട്. എന്നാൽ അവൻ എന്തൊക്കെയോ ഓർമ്മകൾ വീണ്ടും മനസ്സിലോട്ട് വരികയാണ്. അവസാനം അവൻ തളർന്ന് താഴെ വീഴുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അവന് വീണ്ടും ബോധം വരും. അവൻ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടുകയാണ്. ഓടി ഒരു സ്ഥലത്ത് വരുന്നുണ്ട്. അവിടെ നിൽക്കുമ്പോൾ വീണ്ടും അവന് ഓരോ ഓർമ്മകൾ വരികയാണ്. അവനെ കൊണ്ട് അത് താങ്ങാനായിട്ട് കഴിയുന്നില്ല. എന്തായാലും അവന്റെ അങ്കിള് കൊടുത്തൊരു ഡിവൈസ് ഉണ്ട്. അങ്കിൾ അവനോട് മരുന്നെടുക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ആ മരുന്നിന്റെ കൂട്ടത്തിൽ എന്തോ ഒരു ഡിവൈസ് ഉണ്ടായിരുന്നു. ആ ഡിവൈസ് എടുത്തിട്ട് അതിനകത്തുള്ള വീഡിയോ അവൻ കണ്ടു നോക്കുകയാണ്. അവൻ ആ ഒരു സ്ഥലത്ത് നിൽക്കുന്ന നേരത്ത് അവന്റെ കൂട്ടുകാരി അവന്റെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നമുക്കൊന്ന് നേരിട്ട് കാണാൻ പറ്റുമെന്ന്. അവനും കാണാൻ സമ്മതിക്കുകയാണ്. ഏതോ ഒരു പാർക്കിൽ വെച്ച് കാണാൻ സമ്മതിക്കുകയാണ്. ഇപ്പൊ ഡേവിഡ് ആണെങ്കിൽ ആ ഒരു വീഡിയോ ഒക്കെ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ അവനൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അവനൊരു എക്സ്പെരിമെന്റ് വസ്തുവായിരുന്നു. ആ എക്സ്പെരിമെന്റ് നടത്തിക്കൊണ്ടിരുന്നത് ഡേവിഡിന്റെ അങ്കിളാണ്. പക്ഷേ അങ്കിൾ ഒറിജിനൽ അങ്കിൾ അല്ല, ഒരു ഡോക്ടർ മാത്രമായിരുന്നു. പക്ഷേ അങ്ങേര് ഡേവിഡിനെയും കൊണ്ട് ഒളിച്ചോടി വന്നു. എന്നാൽ ഇപ്പൊ ഡേവിഡിന്റെയും അതുപോലെ തന്നെ അങ്കിളിന്റെയും സ്ഥലം അവന്മാർ മനസ്സിലാക്കിയിട്ട് ഇപ്പൊ ഡേവിഡിനെ ഉപദ്രവിക്കാനായിട്ട് വന്നേക്കാണ്. ഡേവിഡിന് കുറച്ചധികം സൂപ്പർ പവേഴ്സ് ഉണ്ട്. ആ ഒരു സൂപ്പർ പവർ എക്സ്പെരിമെന്റ് വഴി ഡേവിഡിന് കിട്ടിയതാണ്. അതുപോലെ തന്നെ ഡേവിഡിന്റെ അങ്കിളല്ല, ഒറിജിനൽ അങ്കിളല്ല, നമുക്ക് അങ്കിൾ എന്ന് തന്നെ പറയാം. ആ അങ്കിൾ ആ ഒരു എക്സ്പെരിമെന്റ് നടത്തുന്ന സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ടുള്ള കാരണം മറ്റൊന്നല്ല. അങ്കിളിന് ഇത്രയധികം ക്രൂരായിട്ടുള്ള എക്സ്പെരിമെന്റ് ഒന്നും കണ്ടു നിൽക്കാനായിട്ട് സാധിച്ചില്ല. ഒരുപാട് അനാഥ കുട്ടികളെ കൊണ്ടുവന്നിട്ട് അവർ എക്സ്പെരിമെന്റ് ചെയ്യും. കുറെ അധികം മനുഷ്യർ മരണപ്പെട്ടു പോകും. എന്നാൽ ഡേവിഡ് മാത്രം രക്ഷപ്പെട്ടു. ഇപ്പൊ ഡേവിഡിനെ തേടിയിട്ടാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. ഡേവിഡിനോട് എത്രയും പെട്ടെന്ന് തന്നെ അവന്മാരിൽ നിന്ന് ഓടി രക്ഷപ്പെടാനും അങ്കിൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ ഒരു വീഡിയോകളൊക്കെ കണ്ടുകൊണ്ട് ഡേവിഡ് കൂട്ടുകാരിനെ കാണാനായിട്ട് ആ പാർക്കിൽ വന്നിട്ടുണ്ട്. അവിടെ വരുമ്പോൾ കൂട്ടുകാരിനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ കൂട്ടുകാരി ദൂരോട്ട് നോക്കുമ്പോൾ ഡേവിഡിന്റെ പിന്നിലൂടെ ഒരുത്തൻ വരുന്നുണ്ട്. അവൻ വേറെ ഏതോ ഒരു അസാസീനാണ്. അവൻ തോക്ക് വെച്ച് ഡേവിഡിനെ ഷൂട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ വേറെ ഏതോ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഡേവിഡിന്റെ മുമ്പിൽ അറിയാതെ വന്ന് പെട്ടുപോവാണ്. അവന്റെ ദേഹത്താണ് ഷൂട്ട് കേൾക്കുന്നത്. എന്നിട്ടും ആ അസാസിയും വെറുതെ വിടത്തില്ല. ആ ഒരു പാവം മനുഷ്യനെ ഷൂട്ട് ചെയ്ത് കൊന്നുകളയാണ്. അതുമല്ല ഡേവിഡിന് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഡേവിഡ് എത്രയും പെട്ടെന്ന് തന്നെ കൂട്ടുകാരിയും വിളിച്ചിട്ട് അവിടെ ഓടാനായിട്ട് തുടങ്ങുകയാണ്. ആ ഒരു കാട്ടിനുള്ളിലോട്ട് ഓടാനായിട്ട് തുടങ്ങും. എന്തായാലും ഡേവിഡും കൂട്ടുകാരിയും കൂടെ ഓടി ഒരു സ്ഥലത്ത് വരുമ്പോൾ അങ്ങോട്ട് ഈ അസാസീനൂടെ വന്നിട്ടുണ്ട്. ഈ അസാസീൻ വന്നിട്ട് ഡേവിഡിനെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ കൂട്ടുകാരി ഡേവിഡ് ദൂരോട്ട് തള്ളി മാറ്റും. അവൾക്കൊന്നും പറ്റാതിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഡേവിഡും ആ അസാസീനുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. ഡേവിഡിന് അസാസിന്റെ മുമ്പിൽ ഒട്ടും പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. അസാസീൻ അവനെ പൊതിരെ തല്ലുന്നുണ്ട്. എന്നിട്ട് ഡേവിഡിനെ കഴുത്തിന് തൂക്കി പിടിച്ചേക്കാണ്. അന്നേരമായിരിക്കും അങ്ങോട്ട് രണ്ട് അസാസീൻ കൂടെ വരുന്നത്. ഒരു പെണ്ണ് അസാസീനും ഒരു ആൺ അസാസീനും. അവർ വന്നിട്ട് ഡേവിഡിന് നേരെ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. എത്രയും പെട്ടെന്ന് തന്നെ ഡേവിഡ് അവനെ പിടിച്ചു നിൽക്കുന്ന അസാസീനെ അടിച്ച് തോൽപ്പിച്ചിട്ട് അവന്റെ ബോഡി അവരുടെ മുമ്പിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അവൻ ആ ബോഡി വെച്ച് പ്രൊട്ടക്ഷൻ എടുക്കുന്നുണ്ട്. അവര് ഷൂട്ട് ചെയ്യുന്ന നേരത്ത് ഡേവിഡിന്റെ ദേഹത്ത് കൊള്ളുന്നില്ല. പകരം അവനെ നേരത്തെ ഉപദ്രവിച്ച അസാസിന്റെ ദേഹത്താണ് കൊള്ളുന്നത്. എന്തായാലും രണ്ട് അസാസിന്മാരും ഇപ്പൊ തൽക്കാലത്തേക്ക് ഡേവിഡിനെ ഷൂട്ട് ചെയ്യുന്നില്ല. അതുമല്ല അവര് നേരത്തെ ഷൂട്ട് ചെയ്ത ആ ഒരു അസാസീനും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പൊ ഇവർ രണ്ടുപേരും കൂടെ വന്നിട്ട് ഡേവിഡിനെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങാണ്. ഡേവിഡിന് അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. ഡേവിഡിനെ താഴെ ഇട്ട് അവന്റെ കഴുത്ത് മുറുക്കി അവനെ കൊല്ലാനായിട്ട് നോക്കുകയാണ്. എന്നാൽ അന്നേരമായിരിക്കും ഡേവിഡിന് കുറെ അധികം ഓർമ്മകൾ മനസ്സിലോട്ട് വരുന്നത്. അവന്റെ സൂപ്പർ പവർ കിട്ടാണ്. രണ്ടുപേരുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ കൂട്ടുകാരി അവിടെ നിൽപ്പുണ്ട്. അവസാനം ഫൈറ്റ് ചെയ്ത് രണ്ടിനും കമ്പിക്ക് അടിച്ച് കൊല്ലുകയാണ്. ഒരുത്തനെ കമ്പിക്ക് ശ്വാസം പിടിച്ച് കൊല്ലുന്നുണ്ട്. അവന്റെ കഴുത്തിൽ കമ്പി വെച്ച് അവനെ മുറുക്കി കൊല്ലുന്നുണ്ട്. വേറൊരുത്തി കമ്പി കുത്തി ഇറക്കി കൊല്ലുന്നുണ്ട്. അങ്ങനെ രണ്ടിനെയും കൊന്നുകളയാണ്. ഇതേ നേരം ആ കമ്പനിയുടെ ബോസ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് യാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അയാളെ പോയി കാണാൻ ആ ഒരു ബോസ് തീരുമാനിക്കുന്നുണ്ട്. ഇപ്പൊ യാൻ എന്ത് ചെയ്യാന്ന് നോക്കിയാൽ യാൻ കുറച്ചധികം സാധാരണ മനുഷ്യരെ ഒരു റൂമിൽ പൂട്ടിയിട്ടിട്ട് അങ്ങോട്ട് ഒരു എക്സ്പെരിമെന്റ് വസ്തുവിനെ കടത്തി വിടുന്നുണ്ട്. അതായത് നമ്മുടെ ഡേവിഡിനെ പോലെ ഒരു വ്യക്തിനെ ആ ഒരു റൂമിലോട്ട് കടത്തി വിടുന്നുണ്ട്. എന്നാൽ ഡേവിഡിന് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള ബോധമൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ കയറ്റി വിട്ടേക്കുന്ന ആൾക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള ബോധമൊന്നുമില്ല. എന്ത് പറയുന്നു അതുപോലെ തന്നെ അനുസരിക്കും. അകത്തോട്ട് കയറി വന്നിട്ട് അവിടെ നിൽക്കുന്ന എല്ലാ മനുഷ്യരെയും അടിച്ച് നശിപ്പിക്കുകയാണ്. അവരെല്ലാം അടിച്ച് തോപ്പിക്കുകയാണ്. ഇപ്പൊ ഈ എക്സ്പെരിമെന്റ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് ആ ഒരു ബോസ് വരുന്നത്. അങ്ങനെ ബോസിനെ കാണാനായിട്ട് യാൻ എന്ന് പറയുന്ന ആള് ബോസിന്റെ അടുത്തോട്ട് ചെല്ലാണ്. ബോസുമായിട്ട് സംസാരിക്കും. ബോസ് ഈ എക്സ്പെരിമെന്റ് ഒന്നും വേണ്ട, ഇത് ശരിയല്ല, കുറെ അധികം സാധാരണ മനുഷ്യര് കഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുമ്പോൾ യാൻ കേൾക്കത്തില്ല. എന്നാ പിന്നെ ഞാൻ ഓർഗനൈസേഷനെ വിവരം അറിയിക്കുമെന്ന് ബോസ് പറയുമ്പോൾ യാൻ പറയാണ്, നിങ്ങൾ പോയി അറിയിച്ചോ, എനിക്കൊന്നുമില്ലാന്ന്. അതായത് ഇവർ രണ്ടുപേരും ഓരോ ഓർഗനൈസേഷനിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അത് ഈ എക്സ്പെരിമെന്റുമായിട്ട് ബന്ധപ്പെട്ടത്. യാൻ ഇല്ലീഗലായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അത് ഓർഗനൈസേഷന്റെ അടുത്ത് പറയുമെന്ന് പറഞ്ഞിട്ടാണ് വരട്ടുന്നത്. പക്ഷെ യാൻ പേടിച്ചു പോകുന്നൊന്നുമില്ല. യാനാണെങ്കിൽ അങ്ങേരുടെ പുതിയ എക്സ്പെരിമെന്റിനെ കാണിച്ചു കൊടുക്കുകയാണ്. ആ ഒരു പുതിയ അസാസീനെ. അയാൾക്കാണെങ്കിൽ യാതൊരു ഇമോഷൻസും ഇല്ല. യാൻ എന്ത് പറയുന്നു അതുപോലെ തന്നെ കേൾക്കും. ഒരാളെ കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും, അടിയാൻ പറഞ്ഞാൽ അടിയും. അതുപോലെ നമ്മുടെ ഡേവിഡിനെ ആക്കാനാണ് ഈ യാന്റെ പ്ലാൻ. അതുകൊണ്ടാണ് ഡേവിഡിന്റെ പിന്നാലെ ആൾക്കാരെ പറഞ്ഞു വിടുന്നത്. പക്ഷെ ഡേവിഡിന് ചിന്തിക്കാനുള്ള ബോധം ഉള്ളത് കൊണ്ട് തന്നെ ഡേവിഡ് എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെട്ടു പോരും.
എന്തായാലും ഈ യാനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ബോസ് അവിടെ നിന്ന് പോവാണ്. എവനൊരു വിവരമില്ലാത്ത നാറിയാണെന്ന് ബോസിന് മനസ്സിലായി. ഇതേ നേരം തന്നെ ഡേവിഡും അതുപോലെ തന്നെ കൂട്ടുകാരിയും കൂടെ ഓടി ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഒരു അപ്പാർട്ട്മെന്റിലെ റൂമിലാണ് വന്നിരിക്കുന്നത്. അവിടെ വന്നിട്ട് കൂട്ടുകാരി ചോദിക്കും ഡേവിഡിനോട് ഇതെല്ലാം എന്താണെന്ന്. പക്ഷെ അവനെ കൊണ്ട് ഒന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല. അവൻ പേടിച്ചു വരേണ്ട ഒരു സ്ഥലത്ത് ഇരുന്ന് പോവാണ്. അവർ 2-3 ആൾക്കാരെ കൊന്നില്ലേ, എന്നാൽ അറിഞ്ഞുകൊണ്ട് കൊന്നതല്ല, അവനെ ഉപദ്രവിച്ചത് കൊണ്ട് തന്നെ തിരിച്ചുപദ്രവിച്ചതാണ്. അവൻ പേടിച്ചു വിറച്ച് അവിടെ ഇരുന്ന് കരയുമ്പോൾ അവൾ വന്ന് സമാധാനപ്പെടുത്തും. അന്നേരമായിരിക്കും അവളുടെ തലയിൽ ഒരു ബുള്ളറ്റ് വന്ന് പതിക്കുന്നത്. അവൾ ആരോ ഷൂട്ട് ചെയ്തതാണ്. അതുമല്ല കുറെ അധികം ആൾക്കാർ ആ ഒരു ബിൽഡിങ്ങിലോട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഡേവിഡിന് 2-3 ഷൂട്ട് ഏൽക്കുന്നുണ്ട്. ഡേവിഡ് തളർന്ന് താഴെ വീഴാണ്. അന്നേരമായിരിക്കും കുറെ ആൾക്കാർ സ്മോക്ക് ഒക്കെ എറിഞ്ഞിട്ട് ആ ഒരു റൂമിലോട്ട് കയറി വരുന്നത്. എന്നാൽ പെട്ടെന്നായിരിക്കും അവന് കുറെ അധികം ഓർമ്മകൾ വരുന്നത്. അതുപോലെ തന്നെ അവന്റെ മനസ്സിലോട്ട് പക ഇരച്ചു കയറാണ്. അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കൂട്ടുകാരിയാണ് അവർ കൊന്നു കളഞ്ഞത്. അവൻ വെറുതെ വിടുവോ? അവൻ എണീറ്റിട്ട് ഓരോ ആൾക്കാരെയും തീർത്തുകൊണ്ടിരിക്കുകയാണ്. അവന്റെ കണ്ണെല്ലാം നീല കളറാവുന്നുണ്ട്. ഓരോന്നിനെയും തീർത്തുകൊണ്ടിരിക്കും. എന്നാൽ പെട്ടെന്നായിരിക്കും അവന്റെ ദേഹത്ത് ആരോ ഒരു സിറിഞ്ച് കൊണ്ടുവന്ന് കുത്തുന്നത്. അതിലെന്തോ ഒരു മരുന്നായിരുന്നു. അത് അവന്റെ ദേഹത്തോട്ട് കയറിയതും അവന്റെ ബോധം നഷ്ടപ്പെട്ടു പോയി. പിന്നീട് ഡേവിഡ് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവനൊരു ലാബിലാണ്. അവന്റെ തൊട്ട് മുമ്പിൽ തന്നെ അവന്റെ അങ്കിളും ഉണ്ട്. ഒറിജിനൽ അങ്കിൾ അല്ല, അവന്റെ ഒരു ദത്ത് അങ്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. അവൻ അഡോപ്റ്റ് ചെയ്ത അങ്കിള്. ആ ഒരു ഡോക്ടറിന് പാവം തോന്നിയിട്ട് ഡേവിഡിനെയും കൊണ്ട് ആ ഒരു ലാബിൽ നിന്ന് ഓടിപ്പോയതാണ്. എന്തായാലും അയാളുടെ രൂപം കണ്ടിട്ട് ഡേവിഡിന് ഒരുപാട് വിഷമം വരികയാണ്. കാരണം ആ ഒരു മനുഷ്യനെ അടിച്ച് എന്താ പറയാ അങ്ങ് ഇല്ലാണ്ടാക്കി വെച്ചേക്കാണ്. അയാളെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അങ്കിളിനും ബോധം വന്നിട്ടുണ്ട്. ഡേവിഡിനോട് ക്ഷമ പറയും. അവനോട് ഇത്രയും നാൾ സത്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. അന്നേരമായിരിക്കും യാൻ അങ്ങോട്ട് വരുന്നത്. ഈ യാൻ വന്നിട്ട് അങ്കിളിനോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അങ്കിളിന് ഇനി പവർഫുൾ ആയിട്ടുള്ള മനുഷ്യരെ ഉണ്ടാക്കാനുള്ള കോഡ് അറിയാം. പക്ഷെ അങ്കിള് പറഞ്ഞു കൊടുക്കത്തില്ല. അത് പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മുടെ ഡേവിഡിന്റെ തലയിൽ തോക്ക് വെക്കുകയാണ്. എന്നിട്ട് ഡേവിഡിനെ കൊല്ലണ്ടെങ്കിൽ ആ ഒരു കോഡ് പറഞ്ഞു കൊടുക്കാനായിട്ട് പറയും. പക്ഷെ അത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവൻ ഈ ലോകം തന്നെ നശിപ്പിക്കുമെന്ന് അങ്കിളിന് അറിയാം. അതുകൊണ്ട് തന്നെ അങ്കിള് പറഞ്ഞു കൊടുക്കുന്നില്ല. നീ പറയണ്ടടാ എന്ന് പറഞ്ഞിട്ട് ഡേവിഡ് തോക്കെടുത്ത് അങ്കിളിനെ ഷൂട്ട് ചെയ്ത് കൊന്നു കളയാണ്. ഇതെല്ലാം കണ്ട് ആകെ വിഷമിച്ച് ദേഷ്യപ്പെട്ട് നമ്മുടെ ഡേവിഡ് ആണെങ്കിൽ അവിടെ ഇരുന്ന് പോവാണ്. അവനെ കൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ യാനാണെങ്കിൽ കണ്ണ് കാണാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. പക്ഷെ കണ്ണ് കാണാൻ പറ്റും. അതെങ്ങനെയാണെന്നൊന്നും ചോദിക്കല്, അത് അങ്ങേരുടെ ഒരു സൂപ്പർ പവർ ആണ്. ഇതിനുശേഷം കുറച്ച് ആൾക്കാർ അങ്ങോട്ട് വന്നിട്ട് ഡേവിഡിന്റെ തലയിലോട്ട് ഷോക്ക് കൊടുക്കാനായിട്ട് തുടങ്ങും. അവനെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ ഒരു പ്രത്യേക ലോകത്ത് എത്തിപ്പെടുകയാണ്. അവന്റെ അതേ രൂപം അവന്റെ ഓപ്പോസിറ്റ് അങ്ങനെ ഇരിപ്പുണ്ട്. ആ ഒരു രൂപം അവനോട് പറയുന്നുണ്ട്, നീ ആരെയും വെറുതെ വിടാൻ പാടില്ല, എല്ലാരോടും റിവെഞ്ച് ചെയ്യണമെന്ന്. കുറെ നേരം കഴിയുമ്പോൾ നമ്മുടെ ഡേവിഡിന് ബോധം വരികയാണ്. ഡേവിഡിനെ ചെക്ക് ചെയ്യാനായിട്ട് ഒരു ഡോക്ടർ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഡേവിഡിനോട് പേര് ചോദിക്കും. നിന്റെ പേരെന്താണ്, നിനക്ക് പേര് ഓർമ്മയുണ്ടോന്ന്. ഇവർ ചെയ്യുന്നത് മറ്റൊന്നുമല്ല, ഡേവിഡിന്റെ ഓർമ്മയെല്ലാം കളഞ്ഞിട്ട് അവനൊരു അസാസീനായിട്ട് ഉപയോഗിക്കുക, അതാണ്. പക്ഷെ ഇപ്പൊ ഡേവിഡിന് ഓർമ്മ വന്നിട്ടുണ്ട്. ഞാൻ നിന്നെ എല്ലാത്തിനെയും കൊല്ലാൻ പോവാന്ന് പറഞ്ഞിട്ട് അവൻ ആ സീറ്റിൽ നിന്ന് എണീക്കും. അവനെ ലോക്ക് ചെയ്ത് വെച്ചതായിരുന്നു. എന്നാൽ ആ ലോക്കെല്ലാം അവന് സിമ്പിൾ ആയിട്ട് പൊട്ടിക്കാനായിട്ട് സാധിച്ചു. എന്നിട്ട് എല്ലാത്തിനെയും അവൻ അടിച്ച് നശിപ്പിക്കുകയാണ്. അവനെ ഷോക്ക് അടിപ്പിച്ചവന്മാർക്കൊക്കെ തിരിച്ച് ഷോക്ക് കൊടുക്കുന്നുണ്ട്. അത്രയും പ്രതികാരം അവന്റെ മനസ്സിലോട്ട് വന്നിട്ടുണ്ട്. ഇതേ നേരം തന്നെ യാനും അതുപോലെ തന്നെ യാന്റെ കൂട്ടാളിയും കൂടെ കാർ എടുത്ത് എങ്ങോട്ടോ പോകാനായിട്ട് നിൽക്കുകയാണ്. അന്നേരമായിരിക്കും അങ്ങോട്ട് ഓർഗനൈസേഷനിലുള്ള ആൾക്കാരൊക്കെ വരുന്നത്. അവർ വന്നിട്ട് യാനെ ആക്രമിക്കാനായിട്ട് തോക്കൊക്കെ എടുത്ത് നിൽക്കുമ്പോഴായിരിക്കും യാൻ അവന്റെ സൂപ്പർ പവർ പുറത്തു കൊണ്ടുവരുന്നത്. അവൻ പെട്ടെന്ന് തന്നെ എന്തോ സ്പീഡ് ഉള്ളത് പോലെ എല്ലാത്തിനും അങ്ങ് തീർത്ത് കളയാണ്. അത് ഷഡ്ഡപടയെന്ന് പറഞ്ഞിട്ട് ആ വന്ന ആൾക്കാർക്കൊക്കെ നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. യാൻ അത്രയും സൂപ്പർ പവർ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അവന് പവർ കിട്ടുമ്പോൾ മാത്രമേ അവന് കണ്ണ് കാണാനായിട്ട് സാധിക്കൂ. അല്ലാത്തപ്പോൾ അവന് കണ്ണ് കാണാനായിട്ട് സാധിക്കത്തില്ല. അതുപോലെ തന്നെ അവന്റെ ആ ഒരു വടിയില്ലേ, കണ്ണ് കാണാത്ത സമയത്ത് കുത്തി കുത്തി നടക്കുന്ന ആ ഒരു വടി, ആ വടിക്കുള്ളിൽ പ്രത്യേകതരം ഒരു വാളുമുണ്ട്. അത് വെച്ചാണ് ഇത്രയധികം ആൾക്കാരെ കൊന്നു കളഞ്ഞത്. ഇതേ നേരം ഡേവിഡ് ആണെങ്കിൽ അവിടെ ഉള്ള ആൾക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാരെയും അടിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവൻ വീണ്ടും പുറത്തോട്ട് ഇറങ്ങി പോകാനായിട്ട് നോക്കുമ്പോൾ അവനെ ഉപദ്രവിക്കാനായിട്ട് വീണ്ടും ആ ഒരു അസാസിൻ വന്നിട്ടുണ്ട്. ഏറ്റവും ശക്തനായിട്ടുള്ള അസാസിൻ. ആ അസാസിനുമായിട്ട് ഡേവിഡ് ഫൈറ്റ് ചെയ്യാണ്. അവസാനം ഫൈറ്റ് ചെയ്ത് ഡേവിഡിനെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. ഡേവിഡിനെ ചങ്ങലയിൽ വലിച്ചു കെട്ടിത്തൂക്കാണ്. ഡേവിഡിന്റെ കഴുത്ത് മുറുകുന്നുണ്ട്. എന്നാൽ പെട്ടെന്നായിരിക്കും ദൂരെയായിട്ട് അവന്റെ സൂപ്പർ പവർ ഉള്ള രൂപം നിൽക്കുന്നത് അവൻ കാണുന്നത്. ആ സൂപ്പർ പവർ ഉള്ള രൂപം അവനോട് പറയുന്നുണ്ട്, ഒന്നിനെയും വെറുതെ വിടാൻ പാടില്ല. നിന്റെ അങ്കിളിനെ, നിന്റെ കൂട്ടുകാരിനെ, നിനക്ക് ഇഷ്ടമുള്ള എല്ലാരെയും കൊന്ന ആൾക്കാരാണ് അവര്. എല്ലാത്തിനോട് റിവെഞ്ച് ചെയ്യണമെന്ന് പറയുമ്പോൾ അവന്റെ ശക്തി പുറത്തു വരികയാണ്. ഈ ഒരു അസാസിൻ ദൂരോട്ട് തെറിച്ചു വീഴും. വീണ്ടും അസാസിനുമായിട്ട് ഫൈറ്റ് ചെയ്യും. അവന്റെ ചങ്ങലയൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ട് അവസാനം അസാസിനെ ഞെക്കി ശ്വാസം പിടിച്ച് കൊന്നു കളയാണ്. എന്നിട്ട് അസാസിനെ എടുത്ത് ചങ്ങലയിൽ കെട്ടിത്തൂക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ മറ്റേ ബോസ് ആണെങ്കിൽ ഒരു സ്ക്രീനിൽ നോക്കി സംസാരിക്കുന്നുണ്ട്. ആരോടോ സംസാരിക്കുന്നതാണ്. അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാലഘട്ടമാണ്. ഇതുപോലെ ഡേവിഡ് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അവൻ ഇങ്ങനെ പുറം ലോകത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാണെങ്കിൽ യാനിനെ പോലെ തന്നെ ആയിത്തീരും. അതുകൊണ്ട് തന്നെ ഡേവിഡിനെ എത്രയും പെട്ടെന്ന് തന്നെ തീർക്കണമെന്ന് പറയുന്നുണ്ട്. ഇതേ നേരം ഡേവിഡ് എന്ത് ചെയ്യുമെന്ന് നോക്കിയാൽ ഡേവിഡ് ആ ഫെസിലിറ്റി ഒക്കെ കത്തിച്ചിട്ട് പുറത്തു വന്ന് നോക്കി നിൽക്കുന്നുണ്ട്. അവന്റെ ആ ഒരു റിവെഞ്ച് അവൻ തീർത്ത് കളഞ്ഞു. എന്തായാലും ഇതും കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.